സൂര്യായിട്ട് ഇവിടെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. സുന്ദരിമാർക്കും സുന്ദരികൾക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ സത്യത്തിൽ ഇവിടെ വന്നതിനൊരു ദുരുദ്ദേശം അല്ലെ വേറെ ഉദ്ദേശം കൂടി ഉണ്ട്. ആക്ച്വലി ഞാൻ ചാക്കോച്ചേട്ടൻ്റെ ഫാനാണ്, ഒരു ഫാൻ ബോയാണ്. സിനിമ കണ്ടിട്ട് ഫാനായതല്ലോ, നാട്ടുകാരൊക്കെ പറഞ്ഞ് എന്നെ ഫാനാക്കിയതാണ്. ഞാൻ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ആൾക്കാർ എന്നെ കാണുമ്പോൾ വേണ്ട ചാക്കോച്ചൻ വന്നു, അയ്യോ ദേ കുഞ്ചൊക്കെ പോകുന്നു, അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരൻ എന്നെ പോലെ ഉണ്ടെന്ന്. സത്യമാണ്. എൻ്റെ ആ കണ്ണുകൾ നോക്കി, ചാക്കോച്ചൻ്റെ കണ്ണുകൾ പോലെ ഇല്ലേ, നോക്കിയേ ആ ചിരി. ചാക്കോച്ചൻ ഒന്ന് ചിരിച്ചേ, അതേ ചിരിയാന്നേ. മാത്രമല്ല ചാക്കോച്ചനെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ എൻ്റെ പാഷൻ വരെ തിരഞ്ഞെടുത്തു. എന്താ അറിയോ, എനി ഗേഴ്സ് ഇല്ല, ആർക്കില്ല ഇല്ല. ചാക്കോച്ച ഒരു റൊമാൻറ്റിക് ഹീറോ ആണല്ലോ, അതിന് ഇൻസ്പയർ ആയി ഞാൻ ആ റൊമാൻസിങ് എടുത്തു, അതെൻ്റെ ഒരു പാഷനാക്കി കൊണ്ട് കിടക്കുക. ഒരു 10-20 വർഷമായിട്ട് പെൺകുട്ടികളുടെ ഒരു ചോക്ലേറ്റ് കവകലാണ് ഞാൻ. പക്ഷെ നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ ഭീമന്റെ വഴി എന്നാ പറയുന്നത്. എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചില നാട്ടുകാർ ഹേറ്റേഴ്സ് ഒക്കെ ആന്റി ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അവർ ആന്റി ഹീറോ ആയാലും ഹീറോ എൻ്റെ അല്ലേട്ടാ. പക്ഷേ എനിക്ക് ഇൻസ്പിറേഷനിൽ പണി തന്നത് അനിയത്തിപ്രാവ. അനിയത്തിപ്രാവില് ആദ്യമായിട്ട് വരുമ്പോൾ ചേട്ടൻ മീനുവിന്റെ മാല മോഷ്ടിച്ചു പോക്കറ്റിലാക്കി അവളുടെ കൂടെ പിന്നാലെ നടന്ന് പ്രണയം പറഞ്ഞ് വീട്ടിൽ ചെന്ന അവസാനം മാല കൊടുക്കാൻ പോയപ്പോൾ അവളെ കെട്ടിച്ചും പോയി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എളുപ്പ വഴിയാണല്ലോ. അതുപോലെ ഞാനും മാല പൊട്ടിച്ചു. എന്തോ ആവശ്യത്തിന് ഞാൻ ഓടി, അവിടെ എനിക്ക് പണി കിട്ടി. അവിടെ നാട്ടുകാർ പിന്നാലെ ഓടി പഞ്ചായത്ത് മെമ്പറിന്റെ സാന്നിധ്യത്തിൽ കെട്ടി, തെങ്ങിന് പിടിച്ചു കെട്ടി, ഒരു ദിവസം മുഴുവൻ ഇട്ട് തങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി, സലീം ഏട്ടാ, നമ്മുടെ നാട്ടിൽ 2 നീതിയുണ്ട്. കാണാൻ കൊള്ളാവുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ തല്ലുവാണ്. കൊച്ചിനെ പോലെ ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളത് മറന്നു പോകും. അതുകൊണ്ട് മാല മോഷ്ടിച്ച് വരെ മാല കള്ളനാക്കി വിട്ടുകൊടുക്കുവോ. ഞാൻ മിനിയെക്കാളും നല്ലൊരു സുന്ദരിയെ സെറ്റപ്പ്. അവളോട് പ്രണയം പറയാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ അവള് പറയാ, ചേട്ടാ എനിക്ക് സുധിയെ പോലെ സ്പ്ലെൻഡർ ബൈക്കുള്ള ആളെ മാത്രം മതി. ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കിലും കട്ടതും മോട്ടിച്ചതുമായ കുറെ പൈസ എടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും സ്പ്ലെൻഡർ ബൈക്കൊക്കെ മേടിച്ചു. അതിന് എന്നെ ചുവന്ന സ്പ്ലെൻഡർ ബൈക്ക് ഞാൻ ചെന്നിട്ട് അവർക്ക് പറഞ്ഞു, മിനി ഐ ലവ് യു. എനിക്ക് ചേട്ടന് ഇഷ്ടമല്ല. ഞാൻ എന്തു പറ്റി? ചാക്കോച്ചൻ വണ്ടി മാറ്റി CB സെറ്റ് ആക്കി നിറം ഇറങ്ങി. ചേട്ടൻ ഉദയ ഫാമിലി ഒക്കെ ആയിരിക്കും, എന്നെ കാണാൻ കുഞ്ചൊക്കെ പോകാൻ മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ, കൈ കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അവൻ ഒഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ വിളിയുണ്ട് പെൺപിള്ളേരൊക്കെ ഡാ എന്ന് വിളിക്കാൻ പഠിച്ചപ്പോഴാ നമ്മള് കറക്റ്റ്. അത് കണ്ടിട്ട് ഞാനും പെൺപിള്ളേരൊക്കെ ഡാ വിളിച്ചു തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഹര. പെൺപിള്ളേർ കാണുമ്പോ ഇത് കേട്ട് വീട്ടിലെത്തിയപ്പോഴും എനിക്ക് അതിന്റെ ഒരു ത്വര വന്നിട്ട് അച്ഛൻ കൃഷ്ണടാ അമ്മ ഭാരതിടാ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ നാട്ടിൽ എനിക്ക് ഒന്നും സെറ്റ് ആവുന്നില്ല, നമുക്കിതൊക്കെ വിറ്റ് പെറുക്കി ഒരു ഫ്ലാറ്റ് അല്ലെ വില്ല മേടിക്കാമെന്ന്. അച്ഛനൊരു 30 ലക്ഷത്തിന്റെ വീടുണ്ടായി, അതൊക്കെ വിറ്റ് ഒരു 4 കോടിക്ക് വില്ല വാങ്ങിച്ചു. എന്റെ കാര്യം അങ്ങനെ അച്ഛൻ കടം കയറി മൂത്ത് നയിച്ചാലേ എനിക്ക് IAS എടുത്തിട്ട് വാരിയും വയ്ക്കാൻ പറ്റും. അങ്ങനെ അച്ഛനെ കൊണ്ട് വില്ല മേടിച്ച് ഞാൻ അവിടെ താമസിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് എനിക്കൊരു സോരയാകെ വെച്ചായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരം തുടങ്ങി. പിറ്റത്തെ ആഴ്ച റെസിഡൻഷ്യൽ ഏരിയ ആൾക്കാരൊക്കെ കൂടി പറഞ്ഞു, നിങ്ങൾ ഈ വീട് വിറ്റ് എവിടെയെങ്കിലും പോകണമെന്ന്. എനിക്ക് എന്താ കാര്യം? കോഴി കൂവുന്നതിന് മുമ്പ് രാവിലെ എണീച്ച് രണ്ടും കഴിച്ചോടാ കൊല്ലടാ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഉറക്കില്ലെന്ന്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ അതും വിറ്റിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ അച്ഛൻ. അച്ഛൻ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു, പേടിക്കണ്ട, അമ്മ ദൂരെ ഒരു മലമുകളിൽ കുറച്ച് ഏക്കർ സ്ഥലമുണ്ട്, അതെന്തോ എയർപോർട്ട് പരിപാടിക്ക് കൊടുക്കുന്നെന്നോ കേട്ടെ, നമുക്കത് വിറ്റ് സുഖമായിട്ട് ജീവിക്കാന്ന്. ഏതാ പടം എന്ന് മനസ്സിലായി? അതിനെനിക്ക് വേറെ കണക്ഷൻ കഥകളൊന്നും കിട്ടിയില്ല, അതാ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനാട്ടോ. അതുകൊണ്ട് ഞാൻ ലക്ഷറി ബസ്സുകളിലോ കാറുകളോ ഒന്നും സഞ്ചരിക്കില്ല, ഓർഡിനറി ബസ്സിൽ മാത്രമേ പോകുള്ളൂ. കാര്യം ഓർഡിനറി മാത്രമല്ലേ, ഞാൻ ഡെയിലി രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ മധുരം നാരങ്ങ മാത്രമേ കഴിക്കുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാ കഴിച്ചത്. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴേ ലോഡ് ലിവിങ്സ്റ്റൺ 4000-5000 ഒക്കെ വൻ പ്രശ്നമാണ്. ഇന്ന് ഉച്ചക്കും ഞാനത് കഴിച്ച ഒരു ടെൻഡൻസി എനിക്ക് വരുന്നുണ്ട്. ചകോച്ച കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.